ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക്. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഹോണർ മൊബൈൽ വന്നിരിക്കുകയാണ്. ഹോണറിൻ്റെ 9X എന്ന മോഡൽ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. 1-2 മാസം മുന്നേ തന്നെ ഇതൊക്കെ GCC കൺട്രീസിൽ ഹോണർ 9X റിലീസായിട്ടുണ്ട്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഹോണർ 20HC അങ്ങനെ വന്ന മോഡലിന് ശേഷം അടുത്ത വന്ന മോഡൽ ഇതാണ്. ഇതൊരു വലിയൊരു ഗ്യാപ്പിലാണ് ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ പിന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. ഹൈബ്രിഡ് സ്ലോട്ടാണ് ഹോണർ 9Xൻ്റെ കൂടെ വരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണും ഈവൻ റെഡ്മി അടക്കം ഡെഡിക്കേറ്റീവ് സിം കാർഡ് സ്ലോട്ടാണ് കൊടുക്കുന്നത്. എന്തോ നമ്മുടെ ഹോണറിന് അത് വന്നിട്ട് കാണുന്നില്ല. 6.59 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഹോണർ 9Xൻ്റെ കൂടെ വരുന്നത്. 91% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്ലിയർ ടൈപ്പ് ബാക്ക് കവർ തന്നെയാണ്. മുകളിൽ പോപ്പപ്പിന് വേണ്ടി ഒഴിഞ്ഞ സ്ഥലമൊക്കെ കാണാം. സിം കാർഡ് എജക്ടർ ഉണ്ട്, പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡും. ഇതൊന്നുമല്ല, പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ ചാർജർ. നമുക്കൊന്ന് ചാർജറും കൂടി നോക്കാം. 10 വാട്ട്സിൻ്റെ ചാർജറാണ് ഹോണർ 9Xൽ വരുന്നത്. 4000 mAh ആണ് ബാറ്ററി വരുന്നത്. ടൈപ്പ് C കേബിളാണ് കൂടെ വരുന്നത്. MUI 9.1 ആണ് ഇതിൻ്റെ OS വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 9 Pie ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. കൂടാതെ ഡിസംബറിൻ്റെ സെക്യൂരിറ്റി പാച്ചും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, സെക്യൂരിറ്റി പാച്ച് ലഭിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അപ്ഡേഷൻ വരുമോ ഇല്ലയോ. അതൊക്കെ കറക്റ്റായിട്ട് വരുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ഓഡിയോ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. AMOLED അല്ല, എന്നാലും വീഡിയോ ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കിരിൻ 710F പ്രൊസസ്സറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ചൈനയിൽ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് 810 ആണ് പ്രൊസസ്സർ വന്നത്. ഇവിടെ അത് 710 ആണ്. അത്യാവശ്യം PUBG ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു മീഡിയം സെറ്റിങ്സിലൊക്കെ PUBG കളിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണിത്. പ്രധാന ക്യാമറ 48 മെഗാപിക്സലാണ്. 2 MB ഡെപ്ത് സെൻസറും 8 MB അൾട്രാ വൈഡ് ലെൻസുമാണ് കൂടെ വരുന്നത്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഹോണർ 9Xൻ്റെ കൂടെ വരുന്നു. നല്ലൊരു ക്യാമറ തന്നെയാണ് ഹോണർ 9Xൻ്റെ കൂടെ വരുന്നത്. സെൽഫി ആയാലും റിയർ ക്യാമറാസ് ആയാലും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. കുറച്ച് താമസിച്ച് വന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഹോണർ 9Xനുണ്ട്. കാരണം ഇപ്പോൾ ഈ റേഞ്ചിൽ തന്നെ ഇതിനിപ്പോൾ ഏകദേശം ഒരു 17,000 രൂപ വില വരും. ആ റേഞ്ചിൽ നോട്ട് 8 Pro അങ്ങനെ ഒരുപാട് മോഡലുകൾ മിന്നി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് സ്പെസിഫിക്കേഷൻ കുറവ് തന്നെയാണ്. ഫസ്റ്റ് ഇംപ്രഷനിൽ എത്ര എന്നെ ഇംപ്രസ്ഡ് ആക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഒരു ചീപ്പസ്റ്റ് പോപ്പപ്പ് ക്യാമറ ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ടെക് ടോക്ക് സ്പോൺസേർഡ് ബൈ V1 മൊബൈൽസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ടെക് ടോക്ക്.